നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മീഡിയ ഫോർ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. This is Media for Malayalam News. The world at your fingertips. ഇപ്പോൾ കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പ്രചരണം ശക്തമായ രീതിയിൽ തന്നെ പല പാർട്ടികളും മുന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ LDFും പ്രതിപക്ഷ കക്ഷിയായ UDFും അതുപോലെ തന്നെ BJPയും ഇത്തവണ കടുത്ത ഒരു ആത്മവിശ്വാസത്തിലാണ് ഇത്തവണത്തെ ഇലക്ഷൻ പ്രചരണ പരിപാടികളിലേക്ക് ഇറങ്ങുന്നത്. LDF ഇത്തവണ മൂന്നാമതും തങ്ങളുടെ സർക്കാർ നിലനിർത്തും എന്ന് തന്നെയുള്ള ആത്മവിശ്വാസത്തിലാണ് ഇത്തവണത്തെ പ്രചരണം കൂടുതലായി നടത്തുന്നത്. അതേസമയം നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF തിരിച്ച് ഭരണത്തിലേക്ക് വരും എന്നാണ് അവരുടെ ആത്മവിശ്വാസം. കേരളത്തിൽ ഇതുവരെയും ഇത്രയും വർഷക്കാലമായിട്ടും BJPക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളിലെ ഇലക്ഷൻ റിസൾട്ടിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ BJP ഭരണം നേടി. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തങ്ങൾ വീണ്ടും ഭരണത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങൾ വീണ്ടും സീറ്റ് നേടാനുള്ള കടുത്ത ശ്രമത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. അവർ ഇത്തവണ കേരളത്തിൽ ഭരണത്തിലേക്ക് വരും എന്ന് തന്നെയാണ് അവരും ഇത്തവണ ഉറച്ചു വിശ്വസിക്കുന്നത്. അതേസമയം നോക്കുകയാണെങ്കിൽ 3 മുന്നണികളും ഇപ്പോൾ നമ്മുടെ ഭരണകക്ഷി ഉൾപ്പെടെ LDF ഉൾപ്പെടെ 3 മുന്നണികളും കേരളത്തിൽ ഭരണത്തിൽ തങ്ങൾ വരുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രചരണത്തിനായി നടക്കുന്നത്. പലരും പ്രകടന പത്രികകൾ പുറത്തിറക്കി. ഇപ്പോൾ LDF സർക്കാരാണെങ്കിൽ നിലവിലുള്ള പദ്ധതികൾ തുടരും, പുതുതായി പ്രഖ്യാപിച്ച മറ്റു പദ്ധതികളുമാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം UDFിൻ്റെ പ്രകടന പത്രിക നോക്കുകയാണെങ്കിൽ KSRTC ബസ്സിൽ ജനങ്ങൾക്ക് സൗജന്യ യാത്രയടക്കം വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള ഒരു പര്യടനമാണ്. എന്നാൽ ഇത് ഇത്രത്തോളം അത് സാധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകില്ല. കാരണം KSRTCയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ കാലത്തെ ഒരു തകർച്ചയിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഭരണകാലത്ത് KSRTC മുന്നിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം UDF സർക്കാർ ഭരണകാലത്ത് ഇത് പൂട്ടാൻ പോകുന്നു എന്ന് ഉള്ള ഒരു മന്ത്രിയുടെ ഒരു ഇടയ്ക്കുള്ളൊരു വാദം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പൂട്ടുന്ന വക്കിൽ നിന്നും ഇത് തിരികെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലായാലും ശമ്പള വിതരണത്തിൻ്റെ കാര്യത്തിലായാലും ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. എന്നാലും ഏറെക്കുറെ 90% തകർച്ചയുടെ വക്കിൽ നിന്നും ആധുനികമായ രീതിയിലേക്കുള്ള ഒരു വികസനമാണ് KSRTCയുടെ കാര്യത്തിലും കണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൗജന്യ യാത്ര, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം വീണ്ടും ആ തകർച്ചയിലേക്ക് കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ഏകദേശം 50% അല്ലെങ്കിൽ ഒരു 40% മുകളിലെങ്കിലും തകർച്ച നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയുമധികം ജനങ്ങളെ സൗജന്യമായ യാത്ര നടത്തിക്കൊണ്ട് ഉള്ള ഒരു സേവനം എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഓരോ മുന്നണികളും അവരുടേതായിട്ടുള്ള പ്രകടന പത്രികകൾ മുന്നിട്ടിറക്കുന്നു. അതേസമയം ഇപ്പോൾ തമാശകരമായ കാര്യങ്ങളുണ്ട്. അതായത് BJP നോർത്ത് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിമാ നയം, അതായത് പ്രതിമകൾ സ്ഥാപിക്കുക എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ 125 അടിയിലധികം ഉയരത്തിലുള്ള ഒരു പ്രതിമ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഒരു BJPയുടെ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രകടന പത്രികയിൽ കണ്ടു. അതുപോലെ തന്നെ ഗുരുവായൂരുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA കൊണ്ടുവരണം. അതായത് അവരുടെ രീതി നോക്കുകയാണെങ്കിൽ ഒരു 90%-ഓളവും വർഗീയത പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ്. അത് തീർത്തും ഒരു ഹാസ്യപരമായ ഒരു കാര്യമാണ്. കാരണം മറ്റ് 2 പാർട്ടികളും വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ BJP ഉൾപ്പെടുന്ന പാർട്ടി ഏകദേശം 90%-ഓളം വർഗീയമായ കാര്യങ്ങളും ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സന്ദേശം എന്താണ് ജനങ്ങൾക്ക്? എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ചാണകം ചവിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്നാലും ജനങ്ങളുടെ കയ്യിലാണ് വോട്ട്. ജനങ്ങൾ തീരുമാനിക്കട്ടെ കേരളത്തിൽ ആര് ഭരിക്കണമെന്നും ഇപ്പോഴുള്ള ഭരണം തുടരണമോ എന്നും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്.
എന്തായാലും എല്ലാവരും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക. പലരും ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വോട്ട് ഇടാനായി പോകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അത്തരക്കാരുടെ ശ്രദ്ധയ്ക്ക് നിർമ്പോൾ നമ്മളിപ്പോൾ വോട്ടിടാൻ പോകുന്നതോ ഇപ്പോൾ വിഷയമല്ല. എന്നാലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് വോട്ടിടേണ്ടത് ഒരു പൗരൻ്റെ ധാർമ്മികമായ ഒരു അവകാശമാണ്, ഒരു പൗരൻ്റെ ഒരു കടമയാണ്. അതിനിപ്പോൾ ആരും ഒരു നിസ്സാരവത്കരിക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ വോട്ടിട്ടുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല എന്ന് പറയുന്നത് എന്താണ്? അത് തീർത്തും ഒരു നല്ല തീരുമാനമല്ല. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുക. നമ്മുടെ യുവാക്കളുടെ പ്രതിഷേധമാണെങ്കിൽ പ്രതിഷേധം, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഉള്ള സമീപനമാണെങ്കിൽ സമീപനം, അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഒരു വോട്ട് രേഖപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുക. അതിലാരും ഒരു മടി കാണിക്കരുത്. ഈ വരുന്ന 9-ാം തീയതി ഇലക്ഷനാണ്. അപ്പോൾ ഇനി എന്താണെന്നുള്ള കാര്യം കണ്ടറിയാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.